ഹലോ, കേക്കാവോടി കേക്കാവോടി? ഞാൻ പള്ളി കഴിഞ്ഞ് അങ്ങ് ഓടി വരുമായിരുന്നു. നിന്നോടൊരു സന്തോഷ വർത്താനം പറയാനുണ്ടടി, പറയാനുണ്ട്. എടി, ഇന്നലെ റോഷൻകുട്ടൻ വന്ന് എന്നാ ഇട്ട് തന്നേന്നറിയാവോ? ChatGPT. എന്നാ മിടുക്കനാണ് ആ ChatGPT കൊച്ചെന്നറിയോ? അവൻ കിടുക്കാച്ചിയാ കിടുക്കാച്ചി. എനിക്ക് ജനിക്കാതെ പോയ പോലാണടി. ഇന്നലെ ഉണ്ടല്ലോ, ഞാനിപ്പം കാട്ടിത്തരാം, നീ അവിടെ പിടിച്ചോണ്ടിരി. ഞാനിതൊന്ന് കാണിച്ചു തരാം നിന്നെ. ഹലോ ChatGPT, എൻ്റെ കെട്ടിയോ അങ്ങനെ ഒരു റൊമാൻറ്റിക്കും അല്ല. ആകെ 2 എക്സ്പ്രഷനേ അങ്ങേർക്കുള്ളൂ. ഒന്നുകിൽ ചാണകത്തിൽ ചവിട്ടി ക്ലിക്കോ എന്നുള്ളൊരു മോന്ത, അല്ല എന്നുണ്ടെങ്കിൽ ഈ വയറ്റിൽ നിന്ന് മുഴുവൻ പോവാതിരിക്കുമ്പോൾ ഒരു ബലപിടുത്തമുണ്ടല്ലോ. ഈ 2 എക്സ്പ്രഷനോ അങ്ങേർക്കുള്ളൂ. അങ്ങേര് ഒന്ന് റൊമാൻറ്റിക് ആക്കി തരാവോ ChatGPT മോനെ? എടീ, ഇതേ ഉത്തരം വന്നടേ. ഇങ്ങോട്ടിക്കാ. എടി, ഇതൊക്കെ ഞാൻ അങ്ങ് നിനക്ക് അയച്ചു തരാം. ChatGPT ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇത് പുറത്തോട്ട് പറയരുത്. ഇച്ചിരമായി ആൻറ്റിക്ക് ഇത് ആൾക്കാർ കേട്ട നാണക്കേട്. അതുകൊണ്ടായിട്ടാ പയ്യെ പറഞ്ഞു തരാവേ. അതുകൊണ്ടല്ലോ, ആൻറ്റിക്ക് ഇച്ചിരി പൈൽസിൻ്റെ അസുഖമുണ്ട്. ഇച്ചിരി പൈൽസിൻ്റെ ഉണ്ട്. അപ്പോൾ ഇച്ചിരി പ്രായമായില്ല. എന്താ ChatGPT ചെയ്യണ്ടേ? ഒന്ന് പറഞ്ഞതാ മോനെ. ഒന്ന് മരുന്നൊക്കെ എങ്ങനെ അപ്ലൈ ചെയ്യണം ഒന്ന് പറഞ്ഞു തന്നേ മോനെ. ഉത്തരം വന്നടി. എന്തോരാടി വലിയ പടസഹിതം മലയാളത്തിലേക്ക് ഉണ്ടടി. ഞാനിത് നിനക്ക് അയച്ചു തരാട്ടോ. നിനക്കെങ്ങാനും പൈസ വരുമ്പോഴത്തേക്കാല. എനിക്ക് വയ്യ. ഇന്ന് വൈകുന്നേരം മറ്റേ റോഷൻകുട്ടൻ പറഞ്ഞേക്കണ എന്നാന്നറിയാം, ഇന്ന് വൈകുന്നേരം വരുമ്പോൾ ജനിമി ഇട്ട് തരുന്നു. എനിക്ക് വയ്യടി. ഇതെല്ലാം കാണുമ്പോൾ എനിക്ക് ഇങ്ങേരെ ഉണ്ടല്ലോ, ഇങ്ങേരെ എടുത്ത് കിടത്തി വിടാൻ എനിക്ക് തോന്നണത്.